Hello friends, this is Villan and you are watching Villan's Intelligence Program. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ 8ാമത്തെ ക്ലാസ്സുമായിട്ടാണ് കേട്ടോ. ഓൾറെഡി നമ്മൾ 7 ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിൽ കാണാത്തവർ ചാനലിലെ പ്ലേലിസ്റ്റ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ചെക്ക് ചെയ്യുക. അതല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്താലും കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്ത 7 ക്ലാസ്സുകളുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ക്ലാസ്സും വരുന്നത്. 7ാമത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്ത് നിർത്തിയത് കേരളവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, അതേപോലെ പക്ഷി സങ്കേതങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിനുശേഷം വരുന്ന ടോപ്പിക്കുകളുമാണേ. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കൂടുതൽ ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ, വീഡിയോ മുഴുവനായിട്ടും കാണാം. അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സിമ്പിളായിട്ട് PDF കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് പോയിന്റ് വൈസ് നിങ്ങൾക്ക് PDFിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും, അതേ ക്വാളിറ്റി ക്ലാസ്സിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് നാഷണൽ പാർക്ക് ഇന്ത്യ? എന്താണ് ഇന്ത്യയിലെ ആകെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 107. അപ്പോൾ ഇന്ത്യയിൽ എത്ര ദേശീയോദ്യാനങ്ങളുണ്ട്? 107 ദേശീയോദ്യാനങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് എന്ത് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഓരോരോ ദേശീയോദ്യാനങ്ങളായിട്ട് പഠിക്കാം. ആദ്യത്തേത് പഠിക്കാനുള്ളത് ജിം കോർബറ്റ് ആണ്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ജിം കോർബറ്റ് ആണ് അല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ്. നിലവിൽ വന്ന വർഷം 1936. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് നിലവിൽ വന്നത് 1936 ജിം കോർബറ്റിൻ്റെ ആദ്യകാല നാമം, ഇതൊക്കെ PYQ ആണ് കേട്ടോ. ജിം കോർബറ്റിൻ്റെ ആദ്യകാല നാമം എന്താണ്? ഹെയ്ലി ദേശീയോദ്യാനം എന്നാണ്. ഹെയ്ലി നാഷണൽ പാർക്ക് കേട്ടോ. ഹെയ്ലി നാഷണൽ പാർക്ക് എന്നാണ്. ഓക്കെ, ഇനി ഈ ജിം കോർബറ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് രാംഗംഗ എന്ന്. രാംഗംഗ എന്നറിയപ്പെടുന്ന നാഷണൽ പാർക്ക് ഏതാണ്? അതും ജിം കോർബറ്റ് ആണ്. രാംഗംഗ കേട്ടോ, രാംഗംഗ. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറന്റൈൻ സെൻറ്റർ ആരംഭിച്ച നാഷണൽ പാർക്ക്. അപ്പോൾ അതൊരു കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫാക്ട് കൂടിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ക്വാറന്റൈൻ സെൻറ്റർ കേട്ടോ, ക്വാറന്റൈൻ സെൻറ്റർ ആരംഭിച്ച നാഷണൽ പാർക്ക് ഏതാണ്? അതും ജിം കോർബറ്റ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് നിലവിൽ വന്നത് 1936. ആദ്യകാല നാമം ഹെയ്ലി ദേശീയോദ്യാനം, രാംഗംഗ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറന്റൈൻ സെൻറ്റർ ആരംഭിച്ച നാഷണൽ പാർക്കും ഏത് തന്നെയാണ്? ജിം കോർബറ്റ് ആണ്. ക്ലിയർ ആയല്ലോ? അടുത്ത നോക്കാം. അടുത്തത് ഹെമീസ് നാഷണൽ പാർക്കാണ്. ഹെമീസ് നാഷണൽ പാർക്ക് ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഏത് ചോദിച്ചാൽ അത് ഹെമീസ് ആണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലഡാക്കിലാണ് ഹെമീസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അവിടെ സംരക്ഷിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ജീവിവർഗം ഏതാണ്? അത് ഹിമപ്പുലിയാണ് കേട്ടോ. PYQ ആണേ, അത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഹെമീസ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന വന്യജീവി ഏത് ചോദിച്ചിട്ടുണ്ട്. ഏത് ജീവിയാണ്? ഹിമപ്പുലികളാണ് കേട്ടോ. ഹിമപ്പുലികളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനമാണ് ഇത് ഹെമീസ് നാഷണൽ പാർക്ക്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്നു. പ്രധാനപ്പെട്ട ജീവിവർഗം ഏതാണ്? ഹിമപ്പുലികളാണ്. ഹിമപ്പുലികൾ. ഓക്കെ, അടുത്തതാണ് സൗത്ത് ബട്ടൺ നാഷണൽ പാർക്ക്. സൗത്ത് ബട്ടൺ നാഷണൽ പാർക്ക് അതിൻ്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും ചെറിയ, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലുത് നമ്മൾ പറഞ്ഞു ഹെമീസ് നാഷണൽ പാർക്കാണ്. എങ്കിൽ സൗത്ത് ബട്ടൺ നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക്. എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്? ആൻഡമാൻ നിക്കോബാറുകളിലാണ് കേട്ടോ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് എന്ത് സൗത്ത് ബട്ടൺ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ആ 2 പോയിന്റാണ്, വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, ശ്രദ്ധിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ജിം കോർബറ്റ് പറഞ്ഞു, ഹെമിസ് പറഞ്ഞു, സൗത്ത് ബട്ടൺ പറഞ്ഞു. ക്ലിയർ ആയല്ലോ? അടുത്ത് നോക്കാം. അടുത്തത് കേബിൾ ലഞ്ചാവോ ആണ് കേട്ടോ. കേബിൾ ലഞ്ചാവോ ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അത് ബീറ്റ് ഫോറസ്റ്റിന് മാത്രമല്ല, അല്ലാതെ തന്നെ ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. ലോകത്തിലെ ഒഴുകുന്ന ദേശീയോദ്യാനം ലോകത്തിലാണ് കേട്ടോ. ലോകത്തിലെ, ഇന്ത്യയിലല്ല, ലോകത്തിലെ തന്നെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം ഏത് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് കേബിൾ ലഞ്ചാവോ. കേബിൾ ലഞ്ചാവോ മണിപ്പൂർ ലൊത്താക് തടാകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും PYQ ആണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മണിപ്പൂരിലെ ലൊത്താക് തടാകമാണ് കേട്ടോ. മണിപ്പൂരിലെ ലൊത്താക് തടാകം. ഓക്കെ, ഇനി അതിലുള്ള ഒരു സങ്കേതമാണ് എന്ത്? ഷാങ്കായ്. ഡാൻസിങ് ഡിയേഴ്സ് ഉള്ള സങ്കേതം. ഷാങ്കായ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാൻസിങ് ഡിയേഴ്സ് ആണ് കേട്ടോ. ഡാൻസിങ് ഡിയേഴ്സ് അതാണ് അവിടെയുള്ള ആ ജീവിവർഗം. അതിനെ സംരക്ഷിക്കുന്ന സങ്കേതമാണ് എന്ത്? കേബിൾ ലഞ്ചാവോ. അപ്പോൾ ഷാങ്കായ് ഡാൻസിങ് ഡിയേഴ്സ് എന്നറിയപ്പെടുന്നു കേട്ടോ. ക്ലിയർ ആയല്ലോ? അടുത്ത് നോക്കാം. ഗിർ നാഷണൽ പാർക്കാണ് കേട്ടോ. ഗിർ നാഷണൽ പാർക്ക്. ആ പേരിലുള്ള ഉണ്ടല്ലോ. എന്താ അവിടെ സംരക്ഷിക്കപ്പെടുന്നത്? ഏഷ്യൻ സിംഹങ്ങളാണ് അല്ലേ. ഏഷ്യൻ സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഏക ദേശീയോദ്യാനം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഗിർ നാഷണൽ പാർക്കിനെ കുറിച്ച് 2 ചോദ്യങ്ങളെ ആകെ ചോദിച്ചിട്ടുള്ളൂ. ഒന്ന്, ഗിർ നാഷണൽ പാർക്ക് എവിടെയാണെന്നുള്ളത്. എവിടെയാണ്? ഗുജറാത്തിലെ ജുനഗഡ് ജില്ലയിലാണ് കേട്ടോ.
ഗുജറാത്തിലെ ജുനഗഡ് ജില്ല. ഗുജറാത്തിലെ ജുനഗഡിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഗിർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ രണ്ടാമത് ചോദിച്ച ചോദ്യമാണ് ഏഷ്യൻ സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണത്? അത് ഗിർ നാഷണൽ പാർക്കാണ്. കിട്ടിയല്ലോ? കിട്ടി. അടുത്തത് PSC ഇതേപോലെ തന്നെ മോസ്റ്റ് റിപ്പീറ്റഡായി ചോദിച്ചിട്ടുള്ള ഒരു ദേശീയോദ്യാനമാണ് കാസിരംഗ ദേശീയോദ്യാനം അഥവാ കാസിരംഗ നാഷണൽ പാർക്ക്. എന്താണ് കാസിരംഗയുടെ പ്രത്യേകത? അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യമാണ് എവിടെയാണ് കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ആസാമിലാണ് കേട്ടോ. ആസാമിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് കാസിരംഗ നാഷണൽ പാർക്ക്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിക്കുന്നതിന് അനുമതി ലഭിച്ച നാഷണൽ പാർക്ക്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിക്കുന്നതിന് അനുമതി ലഭിച്ച നാഷണൽ പാർക്കും ഏത് തന്നെയാണ്? കാസിരംഗയാണ് കേട്ടോ. അത് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് PSC ചോദിച്ചുള്ള ചോദ്യമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ചോദ്യം കാണുമ്പോഴേ നിങ്ങൾക്കറിയാം. ഇന്ത്യയിൽ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം PSC ചോദിച്ച് മടിച്ചൊരു ചോദ്യമാണ്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിൻ്റെ സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? കാസിരംഗ നാഷണൽ പാർക്കാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ആ ചോദ്യം കേൾക്കുമ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും ഇത് നോർമൽ PSC ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു PYQ ആണ്. ഇത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിനും ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് നോർമൽ PSCക്ക് അതിനേക്കാൾ കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ഇന്ത്യയിലെ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിൻ്റെ സംരക്ഷണ കേന്ദ്രം ഏതാണ്? അത് കാസിരംഗ നാഷണൽ പാർക്കാണ്. കാസിരംഗ നാഷണൽ പാർക്ക്. ക്ലിയർ ആയല്ലോ? അടുത്ത് നോക്കാം. അടുത്തത് ഡച്ചിങ്ഗാം നാഷണൽ പാർക്കാണ്. ഡച്ചിങ്ഗാം നാഷണൽ പാർക്ക് എന്താണ്? എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീരിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാശ്മീരി മാനുകളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനം. അവിടെ സംരക്ഷിക്കുന്നത് ആരെയാണ്? കാശ്മീരി മാനുകളാണ് കേട്ടോ. കാശ്മീരി മാനുകൾ. ഇന്ത്യയിൽ 105ാമതായി നിലവിൽ വന്ന നാഷണൽ പാർക്ക്. അപ്പോൾ ഡച്ചിങ്ഗാമിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിൽ 105ാമതായി നിലവിൽ വന്ന നാഷണൽ പാർക്കാണ് കേട്ടോ. 105ാമതായി നിലവിൽ വന്ന നാഷണൽ പാർക്ക്. കിട്ടിയല്ലോ? ഓക്കെ. അടുത്തത് ഭിത്താർകനിക നാഷണൽ പാർക്കാണ് കേട്ടോ. ഭിത്താർകനിക നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഭിത്താർകനിക നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിലാണ്. ലവണജല തടാകങ്ങൾ അഴിമുഖങ്ങളിൽ മാത്രം കണ്ടുവരുന്ന മുതലകളുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആവാസ കേന്ദ്രം. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ലവണജല തടാകങ്ങൾ അഴിമുഖങ്ങളിൽ മാത്രം കണ്ടുവരുന്ന മുതലകളാണ് കേട്ടോ. മുതലകളെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആവാസ കേന്ദ്രമാണെന്ത്? ഭിത്താർകനിക നാഷണൽ പാർക്ക് കേട്ടോ. ഒഡീഷയിലെ ഭിത്താർകനിക നാഷണൽ പാർക്ക്. കിട്ടിയല്ലോ? അടുത്ത് നോക്കാം. അടുത്തത് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ട് നമ്മൾ നാഷണൽ പാർക്കുകൾ അത്രയും തോന്നെ പറഞ്ഞെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയി ചോദിച്ചിട്ട് മാത്രം തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ആ നോട്ടിൻ്റെ ക്വാളിറ്റി ഒന്ന് നോക്കിക്കേ. എത്ര ഡീറ്റെയിൽ ആയിട്ടാണ് നിങ്ങൾക്ക് ആ നോട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ തിരിച്ച് ചോദിക്കുന്നത് എന്താ? ഒരു ലൈക്ക് ഒരു സബ്സ്ക്രിപ്ഷന് മാത്രമല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ തരാനുള്ള നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ എന്ത് ചെയ്യുക? വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. കൻഹ നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ് കേട്ടോ. അപ്പോൾ കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കൻഹ നാഷണൽ പാർക്ക് മധ്യപ്രദേശ്. ഇനി റുഡാർഡ് കിപ്ലിൻ്റെ ജംഗിൾ ബുക്ക് എന്ന കഥയിൽ പരാമർശിക്കുന്ന ദേശീയോദ്യാനം അതേതാണ്? റുഡാർഡ് കിപ്ലിൻ്റെ ജംഗിൾ ബുക്ക് എന്ന കഥയിൽ പരാമർശിക്കുന്ന ദേശീയോദ്യാനം കേട്ടോ. അപ്പോൾ ജംഗിൾ ബുക്ക് എന്ന് പറയുന്ന കഥയിലാണ് കേട്ടോ പരാമർശിക്കുന്നത്. ഏതാണ്? കൻഹ നാഷണൽ പാർക്കാണ്. ഇനി അതെന്താണ്? ഒരു കടുവ സംരക്ഷണ കേന്ദ്രമാണ്. കൻഹ നാഷണൽ പാർക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അതൊരു കടുവ സംരക്ഷണം കൂടിയാണ്. കടുവ സംരക്ഷണ കേന്ദ്രം കൂടിയാണ്. കിട്ടിയല്ലോ? ക്ലിയർ ആയില്ലേ? ഓക്കെ. അടുത്തത് മനാസ് നാഷണൽ പാർക്കാണ്. മനാസ് നാഷണൽ പാർക്ക് അസാമിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ മനാസ് നാഷണൽ പാർക്ക് എവിടെയാണ്? അസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1985 യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടി. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. മനാസ് നാഷണൽ പാർക്ക് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ വർഷം 1985 ആണ് കേട്ടോ. 1985. ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക്. അപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിലാണ് കേട്ടോ അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക് ഏതാ ചോദിച്ചാൽ അത് ഏതാണ്? അത് മനാസാണ്. ഓക്കെ. ക്ലിയർ ആയില്ലേ? അടുത്ത് നോക്കാം. അടുത്തത് ബന്നാർഘട്ട നാഷണൽ പാർക്കാണ് കേട്ടോ. ബന്നാർഘട്ട നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബന്നാർഘട്ട നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടക. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് കേട്ടോ. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചോ. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ഏത് ചോദിച്ചാൽ അത് ഏതാണ്? അത് ബന്നാർഘട്ടയാണ്. PYQ ആണേ ബന്നാർഘട്ട ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ഏതാണ്? അത് ബന്നാർഘട്ട നാഷണൽ പാർക്കാണ്. കർണാടകയിലെ ബന്നാർഘട്ട നാഷണൽ പാർക്ക്. ഓക്കെ. അടുത്തത് ഗിണ്ടി നാഷണൽ പാർക്ക്. ഇതും PYQ ആണ് കേട്ടോ. നമ്മൾ PYQ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് കാണിക്കും. അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യും? ആ ക്ലാസ്സിലൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫയർ വുമൻ്റെ ക്ലാസ് കണ്ടിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പറഞ്ഞു പോവുക.
ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ബിറ്റ് ഫോറസ്റ്റ് ഓഫീസറിനും അവസാന ദിവസങ്ങളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പവർ പാക്ഡ് റിവിഷൻ എന്ന രീതിയിൽ PYQ പ്ലസ് റിലേറ്റഡ് ഫാക്ട്സ് ക്ലാസ്സുകൾ പ്രതീക്ഷിക്കാം. പക്ഷേ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, ടോപ്പിക്കുകൾ കുറച്ച് ബാക്കിയുണ്ട്, അതുകൂടെ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ നല്ലോണം ഡീറ്റെയിൽ ആയിട്ടാണ് ടോപ്പിക്കുകൾ എടുത്ത് പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഓൾറെഡി 7 ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ പ്ലേലിസ്റ്റിൽ കയറി ചെക്ക് ചെയ്യുക, ആ ക്ലാസ്സുകൾ കാണുക. അത്ര ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ഇതേ രീതിക്ക് തന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഗിണ്ടി നാഷണൽ പാർക്ക് നിലവിൽ എന്താ അറിയപ്പെടുന്നത്, ഗിണ്ടി പുങ്ക എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഗിണ്ടി പുങ്ക എന്നും അറിയപ്പെടുന്ന ഏതാണ്, ഗിണ്ടി നാഷണൽ പാർക്കാണ്. കിട്ടിയോ? അപ്പോൾ നമ്മൾ ഇത്രയും നേരം കൊണ്ട് ഒരുപാട് നാഷണൽ പാർക്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ പാർക്കുകൾ 10-12 നാഷണൽ പാർക്കുകൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും നാഷണൽ പാർക്കുകൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് നാഷണൽ പാർക്ക് കൂടി എക്സ്ട്രാ പഠിക്കാനുണ്ട്. അത് നമുക്ക് നോക്കാം. നോക്കിയേ, ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള കേന്ദ്രഭരണ പ്രദേശം, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഇത് PYQ ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള കേന്ദ്രഭരണ പ്രദേശമാണേ ആൻഡമാൻ നിക്കോബാർ ആണ്. ആൻഡമാൻ നിക്കോബാർ. ദേശീയോദ്യാനം ഇല്ലാത്ത സംസ്ഥാനം, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് പഠിച്ചു വെച്ചേ. ദേശീയോദ്യാനം ഇല്ലാത്ത സംസ്ഥാനം ഏതാണ്, പഞ്ചാബാണ് കേട്ടോ. പഞ്ചാബിൽ എന്തില്ല, ദേശീയോദ്യാനമില്ല. അപ്പോൾ നിങ്ങൾക്ക് ദേശീയോദ്യാനം ഇല്ലാത്ത സംസ്ഥാനം ഏത്, ഓഡ് വൺ ഔട്ട് എടുക്കാനൊക്കെ ചോദ്യം വരാം. അപ്പോൾ പഞ്ചാബിൽ ദേശീയോദ്യാനമില്ല, പഠിച്ചു വയ്ക്കാം. കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം അതേതാണ്? ഇതൊക്കെ ഓരോരോ പോയിന്റ് വെച്ച് പഠിക്കാനുള്ള കുറച്ച് ദേശീയോദ്യാനങ്ങളാണ് കേട്ടോ. ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, നോട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നവരൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? അത് അൻഷി ദേശീയോദ്യാനമാണ്, കർണാടകയിലുള്ള അൻഷി ദേശീയോദ്യാനം. അപ്പോൾ അത് നിങ്ങൾക്ക് 2 പോയിന്റ് കിട്ടി. കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ അപ്പോൾ ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലാണ്. അപ്പോൾ അതിനി ചോദിക്കാം, കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എവിടെയാണ്? കർണാടകയിലാണ്. അപ്പോൾ അതിനടുത്ത് ചെയ്യുന്ന ദേശീയോദ്യാനം എവിടെയാണ്? അതും കർണാടകയിലാണ്. പേരെന്താണ്? അൻഷി ദേശീയോദ്യാനം. ഓക്കെ, ഇനി മിനി കാസിരംഗ എന്നറിയപ്പെടുന്നത് ഏതാണ്? രാജീവ് ഗാന്ധി ഒറാങ് ദേശീയോദ്യാനമാണ് കേട്ടോ. അസാമിലുള്ള രാജീവ് ഗാന്ധി ഒറാങ് ദേശീയോദ്യാനമാണ് എന്ത്? മിനി കാസിരംഗ എന്നറിയപ്പെടുന്നത്. രാജീവ് ഗാന്ധി ഒറാങ് ദേശീയോദ്യാനം. ഓക്കെ, ഇട്ടാവ ലയൺ സഫാരി പാർക്ക് നോക്കിയേ, ഇട്ടാവ ലയൺ ആണേ. ഇട്ടാവ ലയൺ സഫാരി പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണെന്ന ചോദ്യം. ഏതാണ് സംസ്ഥാനം? അത് ഉത്തർപ്രദേശാണ് കേട്ടോ. ഉത്തർപ്രദേശാണ് ഇട്ടാവ ലയൺ സഫാരി പാർക്ക്. ഇനി കെൻ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം. കെൻ നദിക്കര ചോദിച്ചിട്ടുണ്ട്, PYQ ആണ്. കെൻ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? അത് പന്ന ദേശീയോദ്യാനമാണ് കേട്ടോ. മധ്യപ്രദേശിലെ പന്ന ദേശീയോദ്യാനം. ഓക്കെ, അടുത്തത് വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? അത് തഡോബയാണ്. മഹാരാഷ്ട്രയിലെ തഡോബയാണ്. വിദർഭയുടെ രത്നം മഹാരാഷ്ട്രയിലെ തഡോബയാണ്. തഡോബ ദേശീയോദ്യാനം. ഓക്കെ, അടുത്തത് മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് വാൻഡോർ ആണ്. ആൻഡമാനിലെ വാൻഡോറിലാണ് കേട്ടോ. മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? വാൻഡോർ ആണ്, ആൻഡമാനിലെ വാൻഡോർ. ഇന്ത്യയിലെ ഏറ്റവും കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം, ഏറ്റവും കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഏതാണ്? ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. അപ്പോൾ അരുണാചൽ പ്രദേശിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്? നംദഫയാണ് കേട്ടോ. നംദഫ ദേശീയോദ്യാനം. അടുത്തത് ഗന്ദകി അല്ലെങ്കിൽ ഗാണ്ടക് നദിയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? അത് വാൽമീകി ദേശീയോദ്യാനമാണ് കേട്ടോ. ഗന്ദകി നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏത് ചോദിച്ചാൽ ഏതാണ്? വാൽമീകി ദേശീയോദ്യാനമാണ്. ക്ലിയർ ആയല്ലോ. വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. ഉത്തരാഖണ്ഡിലാണ് വാലി ഓഫ് ഫ്ലവേഴ്സ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഉത്തരാഖണ്ഡ്. കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾ കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നോക്കാം. അടുത്ത് നമ്മൾ ദേശീയോദ്യാനങ്ങൾ പഠിച്ചു. ഇനി എന്താണ്? പക്ഷി സങ്കേതങ്ങളാണ് കേട്ടോ. പക്ഷി സങ്കേതങ്ങളാണ് കുറച്ചെണ്ണം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ പേരൊന്ന് വായിക്കാം, നിങ്ങൾക്ക് ആ പേരൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അദപക എന്ന് പറയുന്ന പക്ഷി സങ്കേതം എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. പുലിക്കെട്ട് കൊല്ലേരു ആന്ധ്രാപ്രദേശാണ് കേട്ടോ. ഓക്കെ, പുലിക്കെട്ട് എവിടെയാണ്? കൊല്ലേരു ആന്ധ്രാപ്രദേശ്. ഇനി നെൽപ്പാട്ട് എവിടെയാണ്? നെൽപ്പാട്ട് ആന്ധ്രാപ്രദേശാണ് കേട്ടോ. നൽസരോവർ എവിടെയാണ്? നൽസരോവർ ഗുജറാത്തിലാണ്. സലീമലി എവിടെയാണ്? ഗോവയാണ് അല്ലേ. ഗോവയാണ്. സുൽത്താൻപൂർ എവിടെയാണ്? ഹരിയാനയിൽ. രാഗനത്തിട്ട എവിടെയാണ്? രംഗനാത്തിട്ട എവിടെയാണ്? കർണാടക. ഭരത്പൂർ, ഗാന, കിയോലിദിയാവോ എവിടെയാണ്? രാജസ്ഥാനിലാണ്.
ഭരത്പൂർ, ഗാന, കിയോലാദിയോ എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം പക്ഷിസങ്കേതം എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഓക്കെ, അടുത്തത് വേടന്തങ്കൽ. വേടന്തങ്കൽ എവിടെയാണ്? വേടന്തങ്കൽ അത് തമിഴ്നാടാണ് കേട്ടോ. കുന്തൻകുളം എവിടെയാണ്? കുന്തൻകുളം അതും തമിഴ്നാടാണ്. പിറ്റി ലക്ഷദ്വീപിലാണ് കേട്ടോ. പിറ്റി ലക്ഷദ്വീപാണ്. മായാനി മഹാരാഷ്ട്രയിലാണ്. മായാനി മഹാരാഷ്ട്ര. സമസ്പൂർ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. സമസ്പൂർ ഉത്തർപ്രദേശ്. നവാബ്ഗഞ്ച് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. നവാബ്ഗഞ്ച് ചോദിച്ചിട്ടുണ്ട്. നവാബ്ഗഞ്ച് എവിടെയാണ്? അത് ഉത്തർപ്രദേശിലാണ്. ചിന്താമണിക്കർ എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ് കേട്ടോ. ഇനി കേരളത്തിലെ പക്ഷിസങ്കേതങ്ങൾ ഏതൊക്കെയാണ്? കുമരകവും തട്ടേക്കാടും. ഓക്കെ, കിട്ടിയല്ലോ? ക്ലിയർ ആയല്ലോ? നേരം പോലെ പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? വന്യജീവി സങ്കേതങ്ങൾ പറഞ്ഞു, നാഷണൽ പാർക്കുകൾ പറഞ്ഞു, പക്ഷി സങ്കേതങ്ങൾ പറഞ്ഞു. ഇനി ബയോസ്ഫിയർ റിസർവുകളാണ് കേട്ടോ. ബയോസ്ഫിയർ റിസർവുകൾ. ഇനി ബയോസ്ഫിയർ റിസർവ് മേഖലകളെ 3 തിരിക്കുന്നുണ്ട്. 3 വനമേഖലകളായി തിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ 3 വനമേഖലകളെന്ന് ആദ്യം പഠിക്കണമല്ലോ. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ പോവാണ്, ശ്രദ്ധിച്ചേ. ഒന്നാമത്തേത് കോർ ഏരിയ എന്നറിയപ്പെടുന്നു കേട്ടോ. കോർ ഏരിയ എന്താണ് കോർ ഏരിയ? വന്യജീവികളുടെ സ്വൈരവിഹാരം മാത്രം ലക്ഷ്യമാക്കി സംരക്ഷിക്കപ്പെട്ടുള്ളവ. അപ്പോൾ അവിടേക്ക് ആർക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല? മനുഷ്യർക്ക് പ്രവേശനം ഉണ്ടാവില്ല. അവിടെ വന്യജീവികളുടെ സ്വൈരവിഹാരം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ലക്ഷ്യമായിട്ട് സംരക്ഷിക്കപ്പെട്ട പ്രദേശമാണ് കോർ ഏരിയ. ഇനി ബഫർ സോൺ. എന്താണ് ബഫർ സോൺ? ബഫർ സോൺ എന്ന് പറയുന്നത് വികസന പ്രവർത്തനങ്ങൾക്കും ശാസ്ത്രീയ പഠനങ്ങൾക്കും പ്രാമുഖ്യമുള്ള മേഖല. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾക്കും ശാസ്ത്രീയ പഠനങ്ങൾക്കും പ്രാമുഖ്യമുള്ള മേഖല ഏത് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? അത് ബഫർ സോൺ ആണ് കേട്ടോ. പിവൈക്കുമാണ് ബഫർ സോൺ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, ഇനി മൂന്നാമത്തേതാണ് എന്ത്? ട്രാൻസിഷൻ സോൺ. എന്താണ് ട്രാൻസിഷൻ സോണ്? ബയോസ്ഫിയർ റിസർവിലെ ഏറ്റവും പുറമേയുള്ള മേഖല കേട്ടോ. ബയോസ്ഫിയർ റിസർവിലെ ഏറ്റവും പുറമേയുള്ള മേഖലയാണ് ട്രാൻസിഷൻ സോണ്. അപ്പോൾ 3 പറഞ്ഞു. ഏറ്റവും ഉള്ളിലുള്ളത് കോർ ഏരിയ, അതിൻ്റെ പുറത്തുള്ള ബഫർ സോൺ, ഏറ്റവും പുറമേയുള്ളത് ഏതാണ്? ട്രാൻസിഷൻ സോൺ ആണ് കേട്ടോ. 3 വനമേഖലകളാണ് ബയോസ്ഫിയർ റിസർവിലുള്ളത്. ഓക്കെ, ഇനി ഇന്ത്യയിൽ ആകെ ബയോസ്ഫിയർ റിസർവ് എത്ര ഉണ്ട്? ഇന്ത്യയിൽ ആകെ ബയോസ്ഫിയർ റിസർവ് 18 കേട്ടോ. 18 ബയോസ്ഫിയർ റിസർവുകളുണ്ട്. യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാമിൽ ഉൾപ്പെട്ടത ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം. അതായത് യുനെസ്കോയുടെ ഒരു പ്രോഗ്രാം ഉണ്ട്, മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ്. ആ പ്രോഗ്രാമിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ബയോസ്ഫിയർ എത്ര എണ്ണമാണ്? അതിൽ 18 ഇല്ല, 12 ഉള്ളൂ. അപ്പോൾ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ചോദ്യം ഫുള്ളായിട്ട് വായിക്കണം. ആകെ ബയോസ്ഫിയർ ചോദിച്ചു കഴിഞ്ഞാൽ 18, മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാമിൽ ഉൾപ്പെട്ട ചോദിച്ചു കഴിഞ്ഞാൽ 12 കേട്ടോ. ഇനി ഇന്ത്യയിലെ ആകെ കൺസർവേഷൻ റിസർവുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് 98 കൺസർവേഷൻ റിസർവ്. ഓക്കെ, അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക, ചോദ്യപേപ്പർ ഫുള്ളായിട്ട് വായിക്കുക. ഓപ്ഷനിൽ നമ്പേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, നമ്പേഴ്സ് വെച്ച് നമ്മൾ എപ്പോഴും തെറ്റിക്കുന്നതാണ്. ഇനി കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് പഠിക്കും? നിയമങ്ങളൊക്കെ പഠിക്കും. ഓക്കെ, വന നിയമം, സംരക്ഷണ നിയമം, ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഇയേഴ്സ് വരും. കൺഫ്യൂഷൻ ആവരുത്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങൾ ശ്രദ്ധിച്ച് വെച്ച് പഠിക്കണം കേട്ടോ. നോക്കാം, ഇതേ നോക്കിക്കേ, ഇതാ നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ് കേട്ടോ പറയുന്നത്. നീലഗിരി 1986 തമിഴ്നാട്, കേരള, കർണാടകം അവിടെയാണ് എന്ത്? നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഒന്നാമത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമുക്ക് പഠിക്കാനുള്ളതാണ് നീലഗിരി. 1986 തമിഴ്നാട്, കേരളം, കർണാടക ഈ സംസ്ഥാനങ്ങളിലായിട്ടുള്ളതാണ് നീലഗിരി എന്ന് പറയുന്നത്. അടുത്തത് നന്ദാദേവിയാണ്. നന്ദാദേവി 1987 ഫോം ചെയ്ത ഉത്തരാഖണ്ഡിലുള്ള ബയോസ്ഫിയർ റിസർവാണ് നന്ദാദേവി. ഇനി നോക്രോക്ക് എത്രയാണ്? 1988 മേഘാലയയിലുള്ളത് കേട്ടോ. ഗ്രേറ്റ് നിക്കോബാർ 1989 ആൻഡമാൻ നിക്കോബാറിലാണ്. ഗ്രേറ്റ് നിക്കോബാർ 1989 ആൻഡമാൻ നിക്കോബാറിലാണ്. അതേപോലെ തന്നെ മനാസ് എവിടെയാണ്? അസാമിലാണ്. 1989 മനാസ്. ഓക്കെ, ഗൾഫ് ഓഫ് മാന്നാർ 1989 തമിഴ്നാടിലാണ് കേട്ടോ. ഗൾഫ് ഓഫ് മാന്നാർ പഠിച്ചു വെക്കണേ, ഗൾഫ് ഓഫ് മാന്നാർ. സുന്ദരവനം അഥവാ സുന്ദർബൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സുന്ദർബൻസ് വന്ന വർഷം ഒന്ന് പഠിച്ചു വെച്ചേ, 1989. ഓക്കെ, എല്ലാം ഒരുവിധം ഏകദേശം സെയിം ആയിട്ട് വരുന്ന വർഷങ്ങളാണ് കേട്ടോ. സുന്ദർബൻസ് 1989 പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാൾ. ഇനി സിംലിപാൽ എവിടെയാണ്? 1994 ഒഡീഷയിലാണ് സിംലിപാൽ. ദിബ്രു സൈക്കോവ എന്ന് പഠിച്ചു വെച്ചാൽ 1997 അസാമിലാണ് കേട്ടോ. ഇനി ദിഹാങ് ദൊബാങ് ഒരു ഹിന്ദി സിനിമയുടെ പേര് പോലെ ഉണ്ട് അല്ലേ? ദിഹാങ് ദൊബാങ് 1998 അരുണാചൽ പ്രദേശാണ് കേട്ടോ. ചുമ്മാ തമാശയ്ക്ക് പറയുന്നതാണേ. ഓക്കെ, അടുത്തത് പച്ച്മാർഹി എവിടെയാണ്? പച്ച്മാർഹി 1999 മധ്യപ്രദേശിലാണ് കേട്ടോ. 1999 മധ്യപ്രദേശ്.
കാഞ്ചൻജംഗ പഠിച്ചു വെച്ചേ. കാഞ്ചൻജംഗ 2000 സിക്കിമിലാണ്. കാഞ്ചൻജംഗ എവിടെയാണ്? 2000 സിക്കിം. അടുത്തത് അഗസ്ത്യമല. അഗസ്ത്യമല 2001 കേട്ടോ. വർഷം പഠിച്ചു വയ്ക്കുക. അഗസ്ത്യമല 2001 എവിടെയാണ്? കേരളം തമിഴ്നാട്. അപ്പോൾ കേരളം തമിഴ്നാട് എന്താണ്? അഗസ്ത്യമലയാണ്. അഗസ്ത്യമല. ഓക്കെ. അടുത്തത് അജ്നാക്കർ അമർകാണ്ടകാണ് കേട്ടോ. അജ്നാക്കർ അമർകാണ്ടക് 2025 മധ്യപ്രദേശും ഛത്തീസ്ഗഡിലുള്ള ബയോസ്ഫിയർ റിസർവാണ് അജ്നാക്കർ അമർകാണ്ടക്. ഓക്കെ. ഇനി ഗ്യാൻ ഭാരതി 2008 നിലവിൽ വന്നതാണ്. ഗുജറാത്ത് റാൻ ഓഫ് കച്ച് കേട്ടോ. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലുള്ള ഏതാണ്? ഗ്യാൻ ഭാരതിയാണ്. ഗ്യാൻ ബാർ. അടുത്തത് ശീതമരുഭൂമി 2009 ഹിമാചൽ പ്രദേശിലെയാണ് കേട്ടോ. ശീതമരുഭൂമി 2009 ഹിമാചൽ പ്രദേശ്. അടുത്തത് ശേഷാചലം അല്ലെങ്കിൽ ശേഷാചലം എന്നൊക്കെ അറിയപ്പെടുന്നത്. ശേഷാചലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സിനിമയിൽ കേട്ടിട്ടുണ്ടാവും. ശേഷാചലം 2010 ആന്ധ്രാപ്രദേശാണ് കേട്ടോ. ആന്ധ്രാപ്രദേശ്. പന്ന 2011 മധ്യപ്രദേശാണ്. പന്ന 2011 മധ്യപ്രദേശ്. 18 ബയോസ്ഫിയർ റിസർവാണ്. 18 എണ്ണവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ക്ലിയർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇത് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ വീഡിയോ ബാക്ക് അടിച്ച് കണ്ടിട്ടോ പറയുന്നത് കേട്ടിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. അത്ര ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത്. ഓക്കെ. ഇനി കമ്മ്യൂണിറ്റി റിസർവുകൾ കേട്ടോ. ഇപ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിറ്റി റിസർവുകൾ നോക്കാലോ. 1972 വന്യജീവി സംരക്ഷണത്താൽ പരാമർശിച്ചിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള സംരക്ഷിത പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. അപ്പോൾ എന്താ പറയുന്നത്? 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ പരാമർശിച്ചിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള സംരക്ഷിത പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ഇന്ത്യയിലെ കമ്മ്യൂണിറ്റി റിസർവുകളുടെ എണ്ണം പഠിച്ചു വെച്ചേ 220 ആണ് കേട്ടോ. 220. ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകളുള്ള സംസ്ഥാനം നാഗാലാൻഡ് 148. 220 148 എവിടെയാണ്? നാഗാലാൻഡിലാണ്. രണ്ടാമത് എവിടെയാണ്? മേഘാലയയിലാണ് കേട്ടോ. നിലവിൽ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി റിസർവ് എവിടെയാണ്? ദാംബുക്ക് അലോക്കെയാണ് കേട്ടോ. ദാംബുക്ക് അല്ലോക്കെ അത് മേഘാലയയിലാണ്. ഏറ്റവും ചെറിയ കമ്മ്യൂണിറ്റി റിസർവ് മിക്കാഡോക്ടെ എവിടെയാണ്? അതും മേഘാലയയിലാണ് കേട്ടോ. മിക്കാഡോക്ടെ. പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുന്നതിനാൽ വ്യവസായങ്ങളോ മറ്റ് മനുഷ്യ നിർമ്മിത കടന്നുകയറ്റങ്ങളോ ഒന്നും ഇത്തരം സംരക്ഷിത പ്രദേശങ്ങളിൽ അനുവദിക്കുന്നില്ല. ഓക്കെ. പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുന്നതിനാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നില്ല? വ്യവസായങ്ങളോ മറ്റ് മനുഷ്യ കടന്നുകയറ്റങ്ങളോ ഒന്നും ഇത്തരം സംരക്ഷിത പ്രദേശങ്ങളിൽ അനുവദിക്കുന്നില്ല എന്നാണ് കേട്ടോ. അപ്പോൾ നമ്പർ പഠിച്ചേക്ക് 220 ഉണ്ട്. നാഗാലാൻഡിലാണ് ഏറ്റവും കൂടുതലുള്ളത് 148. മേഘാലയയിൽ രണ്ടാമതുണ്ട്. ഏറ്റവും വലുത് ഏതാണ്? ദാംബുക്ക് അലോക്കെയാണ്. അത് മേഘാലയയാണ്. ചെറുതേതാണ്? അത് മിക്കാഡോക്കെയാണ്. അതും എവിടെയാണ്? മേഘാലയയാണ്. കിട്ടിയല്ലോ. ഓക്കെ. നമ്മൾ ഓൾറെഡി പശ്ചിമഘട്ടത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പശ്ചിമഘട്ടത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ടോപ്പിക്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുകൂടി പഠിക്കാം. ഓക്കെ. പശ്ചിമഘട്ടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് തരും, ഉറപ്പായിട്ടും തരും. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കേട്ടോ. അപ്പോൾ എവിടെയാണ്? ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത്. കാരണം എന്താ? പടിഞ്ഞാറ് ഭാഗത്തിലാണ് നമ്മുടെ കേരളമൊക്കെ. ഓക്കെ. ഇനി യുനെസ്കോ ലോക പൈതൃക സൈറ്റ് എന്താണ്? ഇതൊരു യുനെസ്കോ ലോക പൈതൃക സൈറ്റാണ്. ലോകത്തിലെ ചൂടേറിയ ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് കേട്ടോ. അപ്പോൾ ചൂടേറിയ ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ട്, അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പശ്ചിമഘട്ടം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും തണുപ്പാണെന്ന്, പക്ഷെ അല്ല. ചൂടേറിയ ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് ഇത് പശ്ചിമഘട്ടം. മൊത്തം വിസ്തൃതി പഠിച്ചു വെച്ചേ 1,80,000 ചതുരശ്ര കിലോമീറ്റർ ആണ് കേട്ടോ. 1,80,000 ചതുരശ്ര കിലോമീറ്റർ. ഇത് ഇന്ത്യയുടെ 6% മാത്രമാണ്. ഇത് ഇന്ത്യയുടെ 6%. എന്നാൽ ഇവിടുത്തെ സസ്യജന്തുവർഗ്ഗങ്ങളുടെ 30%, ഇന്ത്യയിലെ സസ്യജന്തുവർഗ്ഗങ്ങളുടെ 30% എവിടെയാണ്? പശ്ചിമഘട്ടത്തിലാണ്. ഓക്കെ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC പല എക്സാമുകൾക്ക് മാറ്റിയും തിരിച്ചും ചോദിക്കുന്ന ചോദ്യമാണ്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത്? ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്. ഓക്കെ. ഇത് പഠിക്കാൻ ചിലർ കോഡൊക്കെ ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കോഡുകൾ അറിയിച്ചാൽ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ടൈം ഒന്ന് മെൻഷൻ ചെയ്തിട്ട് ഈ സംസ്ഥാനങ്ങളാണെന്ന് പറഞ്ഞാൽ കോഡ് ഒന്ന് ഇട്ടാൽ മതി. ഓക്കെ. കോഡ് വെച്ച് പഠിക്കുന്നവർ കൂടി ഉപകാരമാവട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്. ഇനി പ്രധാന നദികൾ ഏതൊക്കെയാണ്? പശ്ചിമഘട്ടത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ ഗോദാവരി, കൃഷ്ണ, കാവേരി, മണ്ഡോവി, സുവാരി. ഏതൊക്കെയാണ്? ഗോദാവരി, കൃഷ്ണ, കാവേരി, മണ്ഡോവി, സുവാരി. കിട്ടിയല്ലോ. ഇന്ത്യയിലെ 4 പ്രധാന നീർത്തടങ്ങളിൽ ഒന്നാണ് ഇത് പശ്ചിമഘട്ടം. 50-ലധികം പ്രധാന ഡാമുകൾ പശ്ചിമഘട്ടത്തിലുണ്ട്. ഇനി ജൈവവൈവിധ്യമായിട്ട് എന്താ പറയുന്നത്? ലോകത്തിൽ ഭീഷണി നേരിടുന്ന 325-ലും കൂടുതൽ ജീവിവർഗ്ഗങ്ങൾ എവിടെയുണ്ട്? പശ്ചിമഘട്ടത്തുണ്ട് എന്നാട്ടോ പറയുന്നത്. ലോകതലത്തിൽ തന്നെ ഭീഷണി നേരിടുന്ന 325-ലും കൂടുതൽ ജീവിവർഗ്ഗങ്ങൾ, അതായത് സ്പീഷീസുകൾ എവിടെയുണ്ട്? പശ്ചിമഘട്ടത്തിലുണ്ട്.
ഇനി ഇവിടുത്തെ മനുഷ്യനിർമ്മിത തടാകങ്ങൾ ഏതൊക്കെയാണ്? പശ്ചിമഘട്ടത്തിലെ മനുഷ്യനിർമ്മിത തടാകങ്ങളാണ് ഒന്ന് ഊട്ടി, കൊടൈക്കനാൽ, ബിജിറാം. അപ്പോൾ ഊട്ടി, കൊടൈക്കനാൽ, ബിജിറാം ഒക്കെ എന്താണ്? മനുഷ്യനിർമ്മിത തടാകങ്ങളായിട്ടാണ് കേട്ടോ. പശ്ചിമഘട്ടത്തിലെ മനുഷ്യനിർമ്മിത തടാകങ്ങളാണ് ഊട്ടി, കൊടൈക്കനാൽ, ബിജിറാം. ഇനി ഇതിൻ്റെ സംരക്ഷണം ആർക്കാണ്? കമ്മ്യൂണിറ്റി റിസർവ് ഓർ കൺസർവേഷൻ റിസർവ്. പ്രകൃതിയും പാരമ്പര്യ മൂല്യങ്ങളും സംരക്ഷിക്കാൻ സ്ഥാപിക്കുന്നതാണ് എന്ത്? ഇവരുടെ സംരക്ഷണം എന്ന് പറയുന്നത്. കിട്ടിയല്ലോ. പശ്ചിമഘട്ടത്തെക്കുറിച്ച് ഓൾറെഡി നമ്മുടെ മുന്നത്തെ ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പോയിന്റുകളും കൂടി നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണേ. ഓക്കെ, ഇനി പശ്ചിമഘട്ടത്തിലെ ജൈവവൈവിധ്യവും ഭീഷണിയും. പശ്ചിമഘട്ടത്തിലെ ജൈവവൈവിധ്യവും ഭീഷണികളും നോക്കാലോ. സസ്തനികൾ. ഇവിടെ പറയുന്ന ഇതുണ്ടല്ലോ, ഇവിടെ പറയാൻ പോകുന്ന ഉദാഹരണങ്ങൾ, ആ ഉദാഹരണങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും മിസ്സാക്കാൻ പാടില്ല കേട്ടോ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അത് എഴുതി വെക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ജോലിയിലാണ്, എന്തെങ്കിലും തിരക്കിലാണെന്നെങ്കിൽ നിങ്ങൾ വീട്ടിൽ വന്ന് എന്ത് ചെയ്യുക, വീഡിയോ ഒന്നുകൂടി കണ്ടിട്ട് ഇത് എഴുതി വെക്കണം കേട്ടോ. കാരണം എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റാങ്ക് ഫയലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതിൽ നോക്കുന്ന സമയത്ത് ഇത്രയും ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കിട്ടില്ല. എനിക്ക് കിട്ടാവുന്ന മാക്സിമം ഉദാഹരണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളത് നോട്ട് ചെയ്ത് വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതിന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കാം. സസ്തനികൾ. പശ്ചിമഘട്ടത്തിൽ നിരവധി പ്രാദേശിക സസ്തനികൾ വംശനാശ ഭീഷണിയിൽ കഴിയുന്നു. പ്രധാന ഭീഷണി നേരിടുന്നവ ഏതൊക്കെയാണ്? വലിയ പുള്ളി സിവറ്റാണ് കേട്ടോ, സിവറ്റ്. നീലഗിരി വരയാട്. ലയൺ ടെയിൽസ് മക്കാവ്. എന്താണത്? സിംഹവാലൻ കുരങ്ങ്. ഓക്കെ, ഏഷ്യൻ ആന. അപ്പോൾ നിങ്ങൾക്ക് സിംഹവാലൻ കുരങ്ങ് അറിയാം, പക്ഷെ പെട്ടെന്ന് ചോദിക്കുകയാണ് ലയൺ ടെയിൽഡ് മക്കാവ്. എന്താണ് ഈ മക്കാവ്? ടെൻഷനായി പോവും. ഓക്കെ, അപ്പോൾ അതെന്താണ്? സിംഹവാലൻ കുരങ്ങാണ്. ഏഷ്യൻ ആന, കടുവ, നീലഗിരി ലങ്കൂർ, പുള്ളിപ്പുലി, കരടി, വാമ്പയർ വവ്വാൽ. ഇതൊക്കെ എന്താണ്? പശ്ചിമഘട്ടത്തിലുള്ള സസ്തനി വിഭാഗങ്ങളിലാണ് കേട്ടോ. ഇവരൊക്കെ എന്താണ്? വംശനാശ ഭീഷണിയിൽ കഴിയുന്നവയാണ്. വംശനാശ ഭീഷണിയിൽ കഴിയുന്ന സസ്തനികളുടെ ഉദാഹരണമാണ് കേട്ടോ. അപ്പോൾ ചോദ്യം ഇങ്ങനെ തന്നെ വരാം, വംശനാശ ഭീഷണിയിൽ ഉൾപ്പെടുന്ന സസ്തനികളിൽ ഉൾപ്പെടാത്തത് ഏത്? അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഉൾപ്പെടുന്നുണ്ടെന്ന് അറിയണ്ടേ? അപ്പോൾ സസ്തനികൾ ഇവയൊക്കെയാണ്. ഇനി ഉരകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ ഒന്ന് പഠിച്ചാൽ മതി. യൂറോപെറ്റിൽഡ ആണ് കേട്ടോ. യൂറോപെറ്റിൽഡ കുടുംബം മുഴുവൻ പശ്ചിമഘട്ടത്തിൽ എന്തുണ്ട്? ബന്ധപ്പെട്ടിട്ടുണ്ട്. ഉരകങ്ങളിൽ, പാമ്പുകളിൽ യൂറോപെറ്റിൽഡ എന്ന് പറയുന്ന കുടുംബം പശ്ചിമഘട്ടത്തിലെയാണ്. ഇനി ഉഭയജീവികളിൽ പശ്ചിമഘട്ടത്തിലെ ഉഭയജീവികളിൽ 80% എന്താണ്? തദ്ദേശീയരാണ്. അപ്പോൾ പുറത്തുനിന്ന് വന്നവർ വളരെ കുറവാണ്. 80% എന്താണ്? നമ്മുടെ നാട്ടിൽ തന്നെയുള്ള തദ്ദേശീയരാണ്. അതിലൊന്നാമത്തെയാണ് പർപ്പിൾ തവള. എന്താ ഈ പർപ്പിൾ തവള? 2023 അത് ലിവിങ് ഫോസിലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ പർപ്പിൾ തവള 2003 എന്താണ്? അതൊരു ലിവിങ് ഫോസിൽ ആണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മറ്റു കൂടാതെ 4 ഇനം തവളകളെ കൂടി കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. അന്ന് ഓർത്ത് വെച്ചാൽ മതി. മത്സ്യങ്ങൾ. നദികൾ പ്രത്യേക മത്സ്യങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. അതിൽ ഒന്നാമത്തേതാണ് റെഡ് ലൈൻ ടോർപിഡോ ബാർബ്, റെഡ് ടൈൽഡ് ബാർബ്, ഓസ്റ്റിയോബ്രമ ബേക്കറി. എന്താണ്? ഓസ്റ്റിയോബ്രമ ബേക്കറി. കാറ്റ് ഫിഷ്. ശുദ്ധജല പഫർ മത്സ്യങ്ങൾ, നിറമുള്ള അലങ്കാര മത്സ്യങ്ങൾ. ഇപ്പം എന്താണ്? ശുദ്ധജല പഫർ മത്സ്യങ്ങളും നിറമുള്ള അലങ്കാര മത്സ്യങ്ങളും എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഭീഷണി നേരിടുന്ന ജീവികളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. സസ്തനികൾ ഏത്, ഉരകങ്ങൾ ഏത്, ഉഭയജീവികൾ ഏത്, മത്സ്യങ്ങൾ ഏത്, അതൊക്കെ തരംതിരിച്ച് തന്നെ എഴുതി വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി പക്ഷികളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 10,000 ഇനം വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികൾ. അതിൽ പ്രധാനമായിട്ടുള്ള ഏതാണ്? റൂഫൗഡ് ലാഫിംഗ് ത്രഷ് ആണ് കേട്ടോ. റൂഫോസ് ലാഫിംഗ് ത്രഷ്. ഓക്കെ, ആ പേരുകളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. എങ്കിലും എന്ത് ചെയ്യുക, നിങ്ങളത് മനസ്സിലാക്കി വയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി എന്താണ് ഈ തദ്ദേശീയം, എന്താണ് ഈ വിദേശീയം? ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇതൊന്നും നിങ്ങൾക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് എവിടെ ഇല്ല. അപ്പോൾ തദ്ദേശീയം എന്താണ്, വിദേശീയം എന്താണെന്ന് പഠിക്കണം. 2 or 3 എക്സാമ്പിൾ വെച്ചിട്ട് നടക്കില്ല ഈ പരിപാടി. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കിട്ടാവുന്ന എക്സാമ്പിൾസ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വൃക്ഷങ്ങളും സസ്യങ്ങളും തദ്ദേശീയ വിദേശീയ ഇനങ്ങൾ. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് തദ്ദേശീയ സസ്യങ്ങളാണ്, അഥവാ നാറ്റീവ് പ്ലാന്റ്സ് എന്ന് പറയും. നാറ്റീവ് പ്ലാന്റ്സ് ഏതൊക്കെയാണ്? പശ്ചിമഘട്ടത്തിൽ സ്വാഭാവികമായി വളരുന്ന പരിസ്ഥിതി സന്തുലനം നിലനിർത്താൻ നിർണായകമായവ ഏതൊക്കെയാണ്? ഒന്ന് ചന്ദനമാണ്. ചന്ദനം, തേക്ക്, റോസ് വുഡ്, നീലക്കുറിഞ്ഞി, വേങ്ങ, ടെർമിലാനിയ സ്പീഷീസ്, നാഗവേലി, കൂവളം. ഈ ടെർമിലാനിയ സ്പീഷീസ് ഒക്കെ നോക്കി വെക്കണേ. ടെർമിനാലിയ സ്പീഷീസ് ഒക്കെ നോക്കി വെക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് കേട്ട് കഴിഞ്ഞാൽ വിദേശമാണെന്ന് വിചാരിക്കും, പക്ഷേ അതേതാണ്? തദ്ദേശീയമാണ്. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് കിട്ടും. ചന്ദനം, തേക്ക്, റോസ് വുഡ്, വേങ്ങ, കൂവളം, നാഗവേലി, അതൊക്കെ നമ്മുടെ പേര് തന്നെയാണ്. പക്ഷേ ഈ ടെർമിനാലിയ സ്പീഷീസ് എന്ന് പറയുന്നത് ഏതാണ്?
അതും തദ്ദേശീയമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്, സ്വാഭാവികമായി വളരുന്ന പരിസ്ഥിതി സന്തുലനം നിലനിർത്താൻ സഹായിക്കുന്നവയാണ് കേട്ടോ തദ്ദേശീയ സസ്യങ്ങൾ. എന്നാൽ വിദേശീയ സസ്യങ്ങൾ ഏതൊക്കെയാണ്? വിദേശീയം അല്ലെങ്കിൽ അധിനിവേശ സസ്യങ്ങൾ, എക്സോട്ടീവ് അഥവാ ഇൻവേസീവ് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാലോ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തുകയും തദ്ദേശ സസ്യങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നതുമായ സസ്യങ്ങളാണ് എന്ത്, വിദേശീയ അധിനിവേശ സസ്യങ്ങൾ എന്നറിയപ്പെടുന്നത്. അതിലൊന്നാമത്തെയാണ് ലൻഡാനയാണ് കേട്ടോ. ലൻഡാന, സെന സ്പെക്ടലാബിലിസ്, യൂക്കാലിപ്സ്. ഈ യൂക്കാലിപ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് PYക്ക് ചോദിച്ചാണ് യൂക്കാലിപ്സ്. അതെന്താണ്, വിദേശീയമാണ്, നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പിന്നെ അക്വേഷ്യക്ക് നമുക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിലൊക്കെ അക്വേഷ്യ. വാട്ടർ ഹയാസിന്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, വാട്ടർ ഹയാസിന്ത് എന്താണ്, ആഫ്രിക്കൻ പായൽ. ഓക്കെ, ക്രൊമാലിന മെക്സിക്കൻ ഡെയ്സി അല്ലെങ്കിൽ ക്രൊമാലിന അല്ലെങ്കിൽ മെക്സിക്കൻ ഡെയ്സി എന്നറിയപ്പെടുന്നത് എന്താണ്, വിദേശീയ അധിനിവേശ സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കേട്ടോ. എവിടെയുള്ള, പശ്ചിമഘട്ടത്തിലുള്ള. ഓക്കെ, ക്ലിയർ ആയല്ലോ? ക്ലിയറായി. ഇനി എന്തൊക്കെയാണ് പരിസ്ഥിതി ഭീഷണികൾ നോക്കാം. ഈ പശ്ചിമഘട്ടം നേരിടുന്ന പരിസ്ഥിതി ഭീഷണികളിൽ ഒന്ന് വനനശീകരണം, ഖനനം, വാണിജ്യ തോട്ടങ്ങൾക്കായിട്ടുള്ള വനനശീകരണം, മണ്ണൊലിപ്പ് ജലസംഭരണികളുടെ ആയുസ് കുറയ്ക്കും. മണ്ണൊലിപ്പ് എന്താണ്, ജലസംഭരണികളുടെ ആയുസ് കുറയ്ക്കും. വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ, വനഭൂമിയിൽ കടന്നുകയറ്റം, വനഭൂമിയിൽ അതിക്രമിച്ച് കയറുന്ന ട്രസ്പാസിംഗ് ഒക്കെ ഇല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. കാട്ടുമൃഗങ്ങളുടെ വേട്ടയാടൽ. പശ്ചിമഘട്ട പരിസ്ഥിതി സംബന്ധം കടുത്ത സമ്മർദ്ദത്തിലാണ്. അപ്പോൾ ഇതൊക്കെ കാരണം എന്ത് സംഭവിക്കും, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി സംവിധാനം എന്ത് ചെയ്യും, അത് ശോഷിക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. കിട്ടിയല്ലോ? ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് IUCN റെഡ് ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ IUCN റെഡ് ലിസ്റ്റിനെ കുറിച്ച് ചോദ്യം എപ്പോഴും വരുന്നതാണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഒരു നഷ്ടവും എല്ലാവരും ലൈക്ക് ചെയ്യുന്നുണ്ട്. മറിച്ച് എന്താണ്, നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾ കിട്ടുകയാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും, ഓക്കെ ഈ ക്ലാസ് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ ഇനി ഇതുപോലത്തെ ക്ലാസ്സുകൾ വേണം എന്നാണ് എനിക്ക് ഓരോ ക്ലാസ്സിലും മനസ്സിലാവുന്നത്. അല്ലാതെ നിങ്ങൾ ലൈക്ക് ചെയ്യാതെ ഓരോ വീഡിയോ കണ്ടു പോകുന്ന വ്യൂസ് വെച്ച് മാത്രം നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് വിസിബിളായിട്ട് മനസ്സിലാവുന്ന രീതി എന്താണ്, നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഓക്കെ കുട്ടികൾക്ക് ഈ ക്ലാസ്സുകൾ വേണം, ഇങ്ങനത്തെ ക്ലാസ്സുകൾ കൊടുക്കണം എന്ന് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് ഏതാണ്, IUCN ആണ്. IUCNൻ്റെ ഫുൾ ഫോം എന്താണ്, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ് കേട്ടോ. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. പ്രകൃതിയും ജീവജാലങ്ങളും സംരക്ഷിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ഇത് IUCN. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യജന്തുക്കളെ റെഡ് ലിസ്റ്റായി പ്രസിദ്ധീകരിച്ച് 3 വിഭാഗങ്ങളിലായി തരംതിരിക്കുന്നു. അപ്പോൾ എന്താണ്, റെഡ് ലിസ്റ്റായി പ്രസിദ്ധീകരിക്കുന്നു, 3 വിഭാഗങ്ങളായി തരംതിരിക്കുന്നു. അതിൽ ഒന്നാമത്തെയാണ് എൻഡേഞ്ചേർഡ് അഥവാ വംശനാശ ഭീഷണി നേരിടുന്നവർ. ഇതിനെക്കുറിച്ച് നമ്മളെ ഒരു അടിപൊളി ഷോർട്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സിനിമാറ്റിക് PSC എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് കാണാം. അപ്പോൾ ആ പ്ലേലിസ്റ്റ് കുറച്ച് രസകരമായ പ്ലേലിസ്റ്റ് ആണ്. നിങ്ങൾ എത്ര പേരെ ചെക്ക് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. നമ്മൾ കുറച്ച് AI വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ട് സൗണ്ടും ഫാക്റ്റുകളും ഉൾപ്പെടുത്തിയിട്ട് നല്ല രസകരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതിൽ ഈ IUCNലുള്ള ഈ പറയുന്ന സ്പീഷീസ് എൻഡേഞ്ചേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ ഷോർട്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കാവുന്നതാണ്. 1 മിനിറ്റിൻ്റെ ഉള്ളിലേ ഉള്ളൂ ആ വീഡിയോ. ഓക്കെ, ശരി. എൻഡേഞ്ചേഴ്സ് എന്താണ്, വംശനാശ ഭീഷണി നേരിടുന്നവർ. ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാകാനുള്ള അതീവ സാധ്യതയുള്ള ജീവിവർഗ്ഗങ്ങളാണ് ഇത് എൻഡേഞ്ചേർഡ്. അടുത്തത് രണ്ടാമത്തെയാണ് വൾണറബിൾ എന്താണ്, വംശനാശ സാധ്യതയുള്ളവരാണ് കേട്ടോ. വംശനാശ സാധ്യതയുള്ളവരാണ്. സംരക്ഷണം ലഭിക്കാത്ത വർഷം ഭാവിയിൽ വംശനാശം സംഭവിക്കുന്നവർ, അതാണ് വൾണറബിൾ. ഇനി റയർ എന്താണ്, മൂന്നാമത്തേത് റയർ ആണ് അഥവാ അപൂർവ ജീവിവർഗ്ഗങ്ങൾ. ലോകത്ത് വളരെ കുറച്ച് മാത്രം എണ്ണമുള്ള പരിമിത പ്രദേശങ്ങളിൽ കാണപ്പെടുന്നവർ. ലോകത്ത് വളരെ കുറച്ച് എണ്ണം മാത്രമുള്ള പരിമിത പ്രദേശങ്ങളിൽ കാണപ്പെടുന്നവരാണ് റയർ. ഓക്കെ, അപ്പോൾ 3 എണ്ണം, എൻഡേഞ്ചർ, വൾണറബിൾ, റയർ. ഓക്കെ, വംശനാശ ഭീഷണി നേരിടുന്നവർ, വംശനാശ ഭീഷണി സാധ്യതയുള്ളവർ, അപൂർവ ജീവിവർഗ്ഗങ്ങൾ. ഇതാണ് ആ 3 വിഭാഗങ്ങൾ. ഇനി നോക്കാലോ, ഇന്ത്യയിൽ ഗുരുതരമായി വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികൾ ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൽ ഫസ്റ്റത്തെ ഒന്നാമത്തെയാണ് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത്, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്താണ്, വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളാണ് കേട്ടോ. ഇനി റെഡ് ഹെഡഡ് വൾച്ചർ, ഫോറസ്റ്റ് ഔലറ്റ്, സ്പൂൺ ബില്ലഡ് സാൻഡ് പൈപ്പർ, ജിയോഡൻ കേഴ്സർ, സോഷ്യബിൾ ലാപ്പോയിങ്, സൈബീരിയൻ ക്രെയിൻ, ബംഗാൾ ഫ്ലോർക്കൈൻ, വൈറ്റ് ബീലിയഡ് ഹെറോൺ, ഹിമാലയൻ ക്വൈൽ. ഓക്കെ, അപ്പോൾ ആ പേരുകൾ ഞാൻ പറഞ്ഞു പോയപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ആ പ്രൊനൗൺസിയേഷൻ കിട്ടിയെന്നറിയില്ല. പക്ഷെ അതിങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുക കേട്ടോ, കറക്റ്റാണേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കി വെക്കുക. അടുത്ത് നോക്കാലോ,
അടുത്തത് IUCN റെഡ് ലിസ്റ്റ് വർഗീകരണമാണ് കേട്ടോ. IUCN റെഡ് ലിസ്റ്റ് വർഗീകരണം. അതിൽ ഒന്നാമത്തെയാണ് വംശനാശം സംഭവിച്ചവർ. എക്സ്റ്റിങ്ക്റ്റ്. നമ്മൾ ഈ എക്സ്റ്റിങ്ക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു ഷോർട്സ് ചെയ്ത കാര്യം. നിങ്ങൾക്ക് ആ ഷോർട്സ് കണ്ടു നോക്കാം. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ, പൂർണ്ണമായും ഭൂമുഖത്ത് ഇല്ലാതായ ജീവികൾ. അതിൽ നമ്മൾ ഈ ഡോഡോനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഡോഡോനെ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡൈനോസർ, ഡോഡോ, ഐറിഷ് ഡിയർ കേട്ടോ. ഐറിഷ് ഡിയർ ഉണ്ട്. ഓക്കെ, ഡൈനോസർ ഇല്ല, ഡോഡോ, ഐറിഷ് ഡിയർ ഉണ്ട്. ഓക്കെ, അത് കൂടാതെ വേറെയും കുറച്ചെണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സ്ട്രാ കിട്ടും അത് കണ്ടു കഴിഞ്ഞാൽ. അടുത്തത് ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്നവർ. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്, CR എന്നറിയപ്പെടുന്നു. CR എന്താണ്? അത്യന്തം ഉയർന്ന വംശനാശ സാധ്യതയുള്ളവർ. അത്യന്തം ഉയർന്ന വംശനാശ സാധ്യതയുള്ളവരാണ്. ഏതൊക്കെയാണ്? പിഗ്മി ഹോഗും ഗാരിയലുമാണ് കേട്ടോ. ചമ്പൽ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഗാരിയലാണ് പിഗ്മി ഹോഗും ഗാരിയലും. അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾസ് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണേ. പിഗ്മി ഹോഗും ഗാരിയലും എന്താണ്? ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. ഓക്കെ, ഞാൻ അതിൻ്റെ കളർ പാറ്റേൺ കൂടി മാറ്റുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. വംശനാശ ഭീഷണി നേരിടുന്നവർ എൻഡേഞ്ചേർഡ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഷോർട്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനെക്കുറിച്ച് നമ്മൾ ഷോർട്സ് ചെയ്തു. പക്ഷേ അത് വിചാരിച്ച അത്ര ഒരു ഔട്ട്പുട്ട് കിട്ടിയില്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എത്ര പേര് അത് കണ്ടു എന്നുള്ളതല്ല, എത്ര പേർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്നുള്ള. അതിന് വിചാരിച്ച അത്ര ഔട്ട്പുട്ട് കിട്ടാത്തതുകൊണ്ട് ഞാനത് ബാക്കി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ബാക്കി ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചതായിരുന്നു. ബാക്കി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. നിങ്ങളത് കണ്ടു നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യും. സമീപഭാവിയിൽ വംശനാശം സംഭവിക്കുന്നവരാണ് എന്ത്? ഏഷ്യൻ ആനകൾ, കടുവ. ഓക്കെ, കടുവയൊക്കെ ഇപ്പോൾ അടുത്ത് ഭയങ്കര ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഏഷ്യൻ ആന, കടുവ. ഇനി ദുർബലമായ ജീവിവർഗ്ഗങ്ങൾ അഥവാ വൾണറബിൾ ഏതൊക്കെയാണ്? എണ്ണം കുറവായതിനാൽ ഭാവിയിൽ ഭീഷണി നേരിടാൻ സാധ്യതയുള്ളവ ഏതൊക്കെയാണ്? ഒലിവ് റിഡ്ലി കട്ലാൻ, സ്ലോത്ത് ബിയർ. ഈ സ്ലോത്ത് ബിയറിനൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി ഭീഷണി നേരിടാനിടയുള്ളവർ നിയർ ത്രട്ടൻഡ് ഏതൊക്കെയാണ്? ഇപ്പോൾ ഭീഷണി വിഭാഗത്തിലില്ലെങ്കിലും ഉടൻ അവിടേക്ക് മാറാൻ സാധ്യതയുള്ളവർ. അതിലൊന്നാമത്തെയാണ് നീലഗിരി ലങ്കൂറും ബ്ലാക്ക് പാന്തറും. ഓക്കെ, കിട്ടിയല്ലോ. IUCN വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർഗീകരണവും അതിൻ്റെ വിഭാഗങ്ങളും പഠിച്ചു വയ്ക്കാം. അടുത്ത എന്താണ്? ജൈവ വൈവിധ്യ സംരക്ഷണം. ഓക്കെ, ജൈവ വൈവിധ്യ സംരക്ഷണം. മനുഷ്യൻ്റെ നിലനിൽപ്പിന് ജൈവ വൈവിധ്യം അനിവാര്യമാണ്. എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രിതങ്ങളാണ്. ഒരു ജീവിവർഗത്തിനുണ്ടാകുന്ന നഷ്ടം മുഴുവൻ പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയെ ബാധിക്കുന്നു. സസ്യജന്തുവംശം പരിസ്ഥിതി അപചയത്തിനും മനുഷ്യൻ്റെ നിലനിൽപ്പിനും ഭീഷണിയാകുന്നു. ഓക്കെ, ഇനി ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ജൈവ വൈവിധ്യം കൂടുതലുള്ള 12 രാജ്യങ്ങൾ. ഇതാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ്. നേരത്തെ ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ജൈവ വൈവിധ്യം കൂടുതലുള്ള 12 രാജ്യങ്ങളെ എന്ത് പറയുന്നുണ്ട്? മെഗാ ഡൈവേഴ്സിറ്റി സെൻറ്റേഴ്സ് എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. മെഗാ ഡൈവേഴ്സിറ്റി സെൻറ്റേഴ്സ്. അപ്പോൾ ഏതൊക്കെയാണ് മെഗാ ഡൈവേഴ്സിറ്റി സെൻറ്റേഴ്സ്? അത് മെക്സിക്കോ, കൊളംബിയ, ഇക്വഡോർ, പെറു, ബ്രസീൽ, DR കോങ്കോ, മഡഗാസ്കർ, ചൈന, ഇന്ത്യ, മലേഷ്യ, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ. ഇതൊക്കെയാണ് എന്ത്? മെഗാ ഡൈവേഴ്സിറ്റി സെൻറ്റേഴ്സ് എന്നറിയപ്പെടുന്ന രാജ്യങ്ങൾ കേട്ടോ. അപ്പോൾ ആ രാജ്യങ്ങളുടെ പേര് ഒന്നുകൂടി പറയാം. മെക്സിക്കോ, കൊളംബിയ, ഇക്വഡോർ, പെറു, ബ്രസീൽ, DR കോങ്കോ, മഡഗാസ്കർ, ചൈന, ഇന്ത്യ, മലേഷ്യ, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ. ഓക്കെ, നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇത്രയും പറഞ്ഞ് കേൾക്കുമ്പോഴേക്കും നിങ്ങളത് ലൈക്കും ചെയ്യാതെ സബ്സ്ക്രൈബും ചെയ്യാതെ പോകുന്നുണ്ട്. എത്ര പേരാണ് അങ്ങനെ പോകുന്നത്? അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? ജോലിയാണ്. ഒരു നഷ്ടവും ഇല്ല. സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്കതൊരു സപ്പോർട്ടാണ്. നിങ്ങളത് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഇസ് വില്ലൻ സൈനിങ് ഓഫ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.